മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ല കിഡിലം ഒരു വണ്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈബ്രിഡ് സൈക്കിളിന് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് തന്നെയാണ്. എന്നാൽ ഹൈബ്രിഡ് സൈക്കിളിൻ്റെ ബിലോ 40 റേഞ്ചിൽ നമ്മളിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ എല്ലാവരും വളരെ പിശുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിശുക്കൊന്നുമില്ലാത്ത നല്ല അടിപൊളി ഒരു വണ്ടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ടൊറൻറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ H30 എന്ന് പറയുന്ന മോഡലാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൊറൻറ്റോ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബേസ്ഡ് ബ്രാൻഡാണ്. അതിൽ നമുക്ക് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻഡ് ഇൻ കാനഡ എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് മോഡൽസ് മാത്രമാണ് ടൊറൻറ്റോ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് MDBസും അതുപോലെ തന്നെ വളരെ കുറച്ച് ഹൈബ്രിഡ്സും, ഈ രണ്ട് സെഗ്മെൻറ്റ് മാത്രമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ശരിക്കും H30 എന്ന് പറയുന്ന വണ്ടി ശരിക്കും എന്നെ അതിശയിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പലരും എന്നോട് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ. എനിക്ക് പ്രത്യേകം മെസ്സേജ് വരികയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ H30യെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ടൊറൻറ്റോ H30 എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള വണ്ടികൾ കാണുന്ന പോലെ തന്നെ ബിലോ 40,000 കാണുന്ന പോലെ തന്നെ 6061 അലോയ്സ് വരുന്ന ഒരു മോഡലാണ്. ശരിക്കും നമ്മൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. കാര്യം നമ്മളിന്ന് പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ വണ്ടികൾ എടുത്താലും 35,000 to 40,000 റേഞ്ചിലുള്ള വണ്ടികൾ ഫ്രീ വീലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷിമാനോ ബേസ് മോഡലായിരിക്കും, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്, അല്ലെങ്കിൽ വി ബ്രേക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പല ഇൻ്റർനാഷണൽ ബ്രാൻഡിലും കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ആ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫ്രെയിമാണ്. അപ്പം പലർക്കും ഒരു ഡൗട്ട് കാണും, ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേത് ഒരുപാട് R&D നടക്കുന്നതാണല്ലോ, ഇത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല എന്നൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. ശരിക്കും ആ ഒരു സംശയം എനിക്കുമുണ്ട്. ശരിക്കും നമുക്കൊരു ബൈക്കിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓരോ ഫ്രെയിമിൻ്റെ കംഫർട്ട് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. ശരിക്കും ആ ഒരു കംഫർട്ടാണ് നമുക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ബ്രാൻഡുകളും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഞാൻ ഈ വണ്ടി കുറച്ച് മാത്രമാണ് യൂസ് ചെയ്ത്. ഒരു പക്ഷേ ഈ വണ്ടി നമുക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ടൊറൻറ്റോ H30 എന്ന് പറയുന്നത് 6061 അലോയ്സ് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 കേബിൾ ഇൻറ്റേർണലാണ് പോകുന്നത്, ഒരു കേബിൾ നമുക്ക് എക്സ്റ്റേണലുമാണ് പോകുന്നത് കാണാൻ കഴിയുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഒരു കേബിൾ കമ്പനി പുറത്തുകൂടാണ് വിട്ടിരിക്കുന്നത്. സോ ഫ്രെയിമും ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഇങ്ങനെ 3 കളേഴ്സിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെയിൻറ്റ് ക്വാളിറ്റി എടുത്താലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഫ്രെയിം സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ കോമ്പോണൻസിലേക്കാണ് പോകേണ്ടത്. കോമ്പോണൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഷോക്കാണ്. ഇതിൻ്റെ അകത്ത് 2 മോഡൽസ് അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് ഷോക്കുള്ള മോഡലുമുണ്ട്, അതുപോലെ തന്നെ ഷോക്ക് ഇല്ലാത്ത മോഡലുമുണ്ട്. ഷോക്കുള്ള മോഡലിനകത്ത് വരുന്നത് 60mm ട്രാവൽ ഫോർക്കുള്ള സൂമിൻ്റെ ഷോക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വീൽസിലേക്ക് പോകാം. ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ഹബ്ബുകൾ വരുന്നതും അലോയ് ഹബ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 32 ഹോൾസിൻ്റെ ഡബിൾ വാൾ അലോയ് റിംസുമാണ് വരുന്നത്. കെൻഡ 700x35C ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ വരുന്ന വണ്ടിക്കകത്തെല്ലാം നമുക്ക് കെൻഡ ടയേഴ്സ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഈവൻ ടയേഴ്സിൻ്റെ ഷോർട്ടേജൊക്കെ ഉണ്ടായ സമയത്തും നമ്മൾ കണ്ടിരുന്നത് കെൻഡ ടയേഴ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അത് ഓട്ടോ വാൾവാണ് ട്യൂബ്സ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ടിലെയും റിയറിലെയും ഡിസ്ക് ബ്രേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷിമാനോ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് കാണാൻ കഴിയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് പ്രീമിയം ബ്രാൻഡ്സിൽ 35,000-40,000 രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിക്കകത്ത് വി ബ്രേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഷിമാനോ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നു. സോ നിങ്ങൾ തന്നെ പറയുക ഇത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം തന്നെ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ബ്രേക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഗിയേഴ്സിലേക്കാണ് പോകുന്നത്. 3x8 എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഡീറൈലർ എടുത്തു കഴിഞ്ഞാൽ ഷിമാനോ ടേണിയും അതുപോലെ തന്നെ റിയർ ഡീറൈലർ എടുത്തു കഴിഞ്ഞാൽ ഷിമാനോ അസേറയുമാണ് വരുന്നത്. സോ ടോട്ടലി വീണ്ടും ഒരു ഷിമാനോ കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കാസറ്റ്, റിയറിലെ കാസറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1232 ആണ് കാസറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ക്രാങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോവീലിൻ്റെ ക്രാങ്കാണ് വരുന്നത്. 28, 38, 48 എന്നുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഇതിൻ്റെ ക്രാങ്ക് കാണുന്നത്. ഇനി നമ്മുടെ പെഡൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അലോയ് പെഡൽസ് ആണ് വരുന്നത്. സോ ടോട്ടലി കോമ്പോണൻസ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി നമ്മളിതിൻ്റെ സീറ്റ് പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ എടുത്ത് നോക്കിയാലും സ്റ്റെം എടുത്ത് നോക്കിയാലും ഈ സാധനങ്ങളെല്ലാം നമുക്ക് അലോയാണ് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സാഡിലാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. സോ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ
വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടൊറൻറ്റോ H30 എന്ന് പറയുന്ന ഈ ഒരു ഹൈബ്രിഡ്. എന്തുകൊണ്ടും കളർ ഓപ്ഷൻ കൊണ്ടാണെങ്കിലും പ്രൈസ് ഓപ്ഷൻ കൊണ്ടാണെങ്കിലും കോമ്പോണൻസ് ഓപ്ഷൻ കൊണ്ടാണെങ്കിലും ഏത് രീതിയിലെടുത്താലും നമുക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ നിങ്ങൾ കോമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞു, ഇതിൻ്റെ പ്രൈസ് ഫാക്ടർ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസസിനെ കുറിച്ച് പറഞ്ഞു. സോ ടോട്ടലി നമുക്കൊരു ഇൻ്റർനാഷണൽ ഫീൽ കിട്ടുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് ശരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്തത് എന്ന് പറയുന്നത്. കാര്യം ഒരു പക്ഷേ നമ്മളിനി പ്രീമിയം ബ്രാൻഡ് സൈക്കിൾസ് ബിലോ 40,000 എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു പോകും ഈ ഒരു ബൈക്കിനെ കുറിച്ച്. അപ്പോൾ ഇത്രമാത്രമാണ് ടൊറൻറ്റോയുടെ H30 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ഈ ഒരു ബൈക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് വരെ നാസർ സൈനിങ് ഓഫ്.